ഹായ് ഗായ്സ്, വെൽക്കം ടു വെരാൻഡറീസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിന്ന് SC റെയിൽവേ റീസണിങ് സെഷൻ്റെ നമ്പർ പസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് പോകുന്നത്. പാർട്ട് 1 നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കാണുക. കാരണം നമ്പർ പസിൽ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് കൊണ്ടുള്ളൊരു ട്രിക്സ് ആണ്, കുറേ ട്രിക്സുകൾ വെച്ചിട്ട് പോകുന്നതാണ്. സോ ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ ഒരു അപ്രോച്ച് നിങ്ങൾ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഇനി അങ്ങോട്ട് പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് ടൈം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പീഡ് മോക്ക് പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യന് കിട്ടാനായിട്ട് പറ്റൂ. കാരണം കുറേ നമ്പർ പസിൽസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 6 2 34 1 5 13, എന്നാൽ 9 1 ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പസിൽസ് പോലെ വരുന്നതാണ് ലാസ്റ്റ് പസിലും. സോ കറക്റ്റ് ആൻസർ എത്ര ആണെന്നാണ് നോക്കേണ്ടത്. 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 6 2 34 1 5 13 9 1 ഡാഷ് എന്നാണ്. അപ്പോൾ 6 2 34 വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണ്, നമുക്ക് ഈ 6ൻ്റെ സ്ക്വയർ ആണല്ലോ 36, അതിൽ നിന്ന് 2 കുറയ്ക്കുന്നതല്ലേ. അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ 1ഉം 5 ആ രീതിയിൽ വരുമോ? രണ്ടാമത്തെ ആ ഒരു ബസ്സിൽ അങ്ങനെ വരുമോ? ഇല്ല. അപ്പോൾ എന്തായാലും 6ൻ്റെ സ്ക്വയർ എന്ന രീതിയിലാണ് ഇത് പോയേക്കുന്നത്. സോ ഞാൻ ചെയ്ത് നോക്കി. 6 ഇൻറ്റു എന്താണ്, 6ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 × 3 ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ 2 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3 കൊണ്ട്, ഒരു റാൻഡം ആയിട്ടുള്ളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരുന്നത്? ഇവിടെ 36 ആണല്ലേ. അതിൽ നിന്ന് എന്ത് ചെയ്യുക, 2 കുറയ്ക്കുന്നതാണ് എത്ര? 34. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം, അങ്ങനെ കിട്ടുമെന്നുള്ളത് അല്ലേ. 1 × 5, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ചെയ്തു. 1 × 5 എന്ന് വെച്ചാൽ 5 ആണ്. ഇൻറ്റു 3, ഇൻറ്റു 3 എത്രയാണ്? 15 ആണ് വരുന്നത് അല്ലേ. സോ ഈക്വൽ ടു 15. 15 എന്ത് ചെയ്തു, ഒരു 2 അങ്ങ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ എത്ര വരും? 13. ഓക്കെ, ഈ ഒരു മെത്തേഡ് അല്ലേ ഫോളോ ചെയ്തേക്കുന്നത്. ആദ്യത്തെ 2 നമ്പർ ഞാൻ മെത്തേഡ് പറയാം. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇൻറ്റു എത്രയാണ്? 3 ഒരു റാൻഡം നമ്പറാണ്, മൈനസ് 2. സോ ഇതാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് എന്താണ്, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇൻറ്റു 3 മൈനസ് 2. അങ്ങനെയാണെങ്കിൽ 9ൻ്റെ അവിടെ എന്തായിരിക്കും? 9 × 1 × 3, അതായത് 27 മൈനസ് 2 അല്ലേ, 25 ആണ് വരുന്നത്. സോ ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. എന്നാലും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഉറച്ചിരിക്കുക, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം ഇതെല്ലാം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എന്താണ് SSC പാറ്റേണിൽ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? 25. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. 4 5 83 5 5 102. എന്നാൽ അതിൽ വരുന്ന ഏത്, ആ പാറ്റേണിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ എന്താണ് 5 5 102 ആൻഡ് 4 5 81. ഞാൻ 83യും 102വും കണ്ടപ്പോൾ എനിക്ക് വലിയ നമ്പേഴ്സാണ്. 4ൻ്റെ 5ൻ്റെ അടുത്ത് ഇപ്പോൾ 4 × 5 എടുക്കുകയാണെങ്കിൽ 20 20 × 4 അങ്ങനെ പോയാൽ പോലും നോക്കി 4 × 5 എത്ര? 20 അല്ലേ. 20 × 4 ചെയ്താലേ 80യുടെ അടുത്തൊരു +3 ഒക്കെ. പക്ഷേ അങ്ങനെ ഇത് പോകത്തുണ്ടോ? 5 × 5 25. 25 × 4 എത്രയാണ്? എത്ര? 100 ആണ്. പക്ഷേ അതിൻ്റെ കൂടെ വീണ്ടും 2 ആഡ് ചെയ്ത് ആ ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലേ. 1 3 1 2 ആണ് ആഡ് ചെയ്ത്. സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നോക്കി. 4 5 83. 83 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയറിനടുത്താണ്? 9ൻ്റെ സ്ക്വയറിനടുത്താണ് അല്ലേ. അപ്പോൾ 9 ഈ 4 5 നിന്നും കിട്ടത്തില്ലേ? കിട്ടും. അതായത് 4 + 5 എത്രയാണ്? നമുക്ക് 9. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു 2 ആഡ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 83. നോക്കി, 4 + 5 എന്ന് പറയുന്നത് 9 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 + 2 എന്ന് പറഞ്ഞാൽ 83. അങ്ങനെയാണെങ്കിൽ 5 മറ്റേത് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 5 + 5 10 ആണ്. 10 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 + 2 102.
അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതായിരിക്കും വരുന്നത്? നോക്കി, 8 3 1, ദാറ്റ് ഈസ് 8 + 3 എത്രയാണ്? 11. 11ൻ്റെ സ്ക്വയർ 121. 121 + 2 എത്ര? 123. സോ ഈ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്ത് ഹോൾ സ്ക്വയർ പ്ലസ് 2. ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 1 1 4 19 12 2 1 6 6. സോ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. സോ 30 സെക്കൻഡ് ടൈം തരാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നോക്കി, 2 114 19 12 216 6 എന്നാണ് അല്ലേ? നോക്കി, 2ഉം 114ഉം 19ഉം വലിയ ഡിഫറൻസ് ഉള്ള 3 സംഖ്യകളാണ് അല്ലേ? ഞാനൊന്ന് ചെയ്ത് നോക്കി. ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് 2 സംഖ്യകളും കൂടെ തന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 2 × 19 എത്ര വരുന്നേ? 38. ഇനി ഒന്ന് നോക്കി, 38ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 114 എന്ന് പറയുന്നത്? നോക്കി, 114നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, 114നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നോക്കി 38 അല്ലേ കിട്ടുന്നത്? 3 എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പറാണ്. 3 എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പർ. സോ 2 × 19 എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും കൂടെ, ഫസ്റ്റ് ഇൻറ്റു തേർഡ് എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 3 എന്നാണ്. നമ്മൾ ഓരോന്നും ഓരോ കോൺസെപ്റ്റാണ്, അപ്പോൾ അത് ക്ലിയർ ആക്കി പോവുക. ആദ്യമേ എന്താണ്? ഫസ്റ്റ് ഇൻറ്റു തേർഡ് നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ 3 ആണ് അല്ലേ? സോ എത്ര വരുന്നത്? 38 = 38. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന ബാക്കി ഏതായിരിക്കും? 6 1 1 4 8 5 22 11 176 4 4 128 7 എന്നൊക്കെയാണ് അല്ലേ? സോ നോക്കി, 6 144 8 നോക്കാം. 6 × 8 എത്ര? 48. ദാറ്റ് ഈസ് 144 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? അതും 48. സോ രണ്ടെണ്ണം ഈക്വൽ ആയിട്ടല്ലേ വരുന്നത്? 48 = 48, രണ്ടിടത്തും ഈക്വൽ ആണ്. സോ എപ്പോഴും നോക്കാം, ഫസ്റ്റ് ഇൻറ്റു തേർഡ് ഈക്വൽ ടു സെക്കൻഡ് ഡിവൈഡ് ബൈ 3. ഓരോന്നും ഓരോ കോൺസെപ്റ്റ് ആണ്. നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാ മെത്തേഡും ഒന്ന് പെട്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. പിന്നെ നമ്പർ സീരീസിൽ വരുവാണെങ്കിൽ കറക്റ്റ് ആൻസർ സെക്കൻഡ് ആണ്. ഇനി നമ്പർ സീരീസ് ഏറ്റവും കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. നമ്മുടെ കാൽക്കുലേഷന് മാത്രമല്ല, റീസണിങ്ങിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. റീസണിങ്ങിന് എങ്ങനെ ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്പർ സീരീസ് വരുമ്പം ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത വെറാൻഡ റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ആദ്യം ഒരു ക്ലാസ് സെഷൻ ഉണ്ട്, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു വിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ ഒരു 6 ലെവൽസിലൂടെയാണ് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് നമ്മുടെ കടന്നു പോകുന്നത്. നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസിനായിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 85 24 133 97 36 145. എന്നാൽ ഏതായിരിക്കും ഈ ഒരു സെറ്റിനെ ഫോളോ ചെയ്യുന്നത്? 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? 85, 24, 133, 97, 36, 145. നോക്കുമ്പോൾ എന്തോ ഒരു ഇത് തമ്മിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ ഒന്നും ഇത് കിട്ടത്തില്ല. കാരണം എന്താണ്? പലതും പല സംഖ്യകളാണ്. 85ഉം 24ഉം ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും അതൊരു 133 എത്തുമോ? ഇല്ല, അത് എത്തത്തില്ല. സോ എന്താ ചെയ്യേണ്ടത്? ഞാനിത് എന്ത് ചെയ്തു? ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ ചെയ്ത് എന്താണ്? ഫസ്റ്റും തേർഡ് നമ്പേഴ്സൊക്കെ നോക്കി. ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കി, ഇത് വലിയ 3 സംഖ്യകളാണ്. 85ഉം 24, 131, 97, 36, 145 എന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഖ്യകളാണ്. സോ അതിനെ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് എടുത്തൊന്ന് നോക്കാം. സോ ഞാൻ എന്ത് ചെയ്തു? 85, 24 പെട്ടെന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 85ഉം 24ഉം തമ്മിൽ ഞാനൊന്ന് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ 85 - 24 എത്ര വരുന്നത്? 61 വന്നേക്കുന്നത് അല്ലേ? 61, 61 വന്നേക്കുന്നത്. ഇനി 61ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. 131 61ൻ്റെ മൾട്ടിപ്പിൾ അല്ല. വേറെ എന്താ വന്നേക്കുന്നത്? വേറെ നോക്കിയപ്പോൾ ഈ 133ഉം 24 അല്ലേ? 133ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസും എന്താണ് വരുന്നത് നോക്കി. 133ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നേക്കുന്നത്? 109 വന്നേക്കുന്നത് അല്ലേ? 109 ആണ് വന്നേക്കുന്നത്. 109. അപ്പോൾ 85ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം 61ഉം 133ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 109. അടുത്ത സംഖ്യ ഒന്ന് നോക്കി. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 97 - 36 നോക്കി. അവിടെ എന്താ വന്നേക്കുന്നത്? 61 അല്ലേ? കാരണം 7ൽ നിന്ന് 6 പോവാൽ 1 വന്നു. അപ്പം 9ൽ നിന്ന് 3 പോവുക, 6 വീണ്ടും 6 വന്നു. അപ്പോൾ എന്താ? 97 - 36 എന്താണ്? 61 ആണ്. 145 - 36 അല്ലേ? നോക്കി, 109 ആണ്. സോ ഈ ഒരു ഡിഫറൻസ് വരുന്നത് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. സോ നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ പോരെ. നോക്കി, ഇതിൽ ഏതാണ് 1 വരുന്നത്? ആകെ ഈ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. 79 - 18 എത്ര വരുന്നത്? 61 അല്ലേ? സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 1. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ 85, 24, 133 ഒക്കെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കി. അല്ല, മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് അടുത്തടുത്ത് വരുന്നില്ല. കാരണം 15ൻ്റെ ടേബിളിൽ 85 വരുന്നുണ്ട് അല്ലേ? 15 ഇൻറ്റു എത്രയാണ്? 15ൻ്റെ ടേബിളിൽ എന്ത് വരുന്നു? 85 വരുന്നുണ്ട്. 15ൻ്റെ അല്ല, 5ൻ്റെ ടേബിൾ 5 ഇൻറ്റു 17 ആണ്. പക്ഷേ 17ൻ്റെ ടേബിൾ 24 വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ 131 വരുന്നുണ്ട് അല്ലേ? 17 ഇൻറ്റു 6 ആണ്. ആ ഒരു രീതിയിൽ നോക്കിയപ്പോൾ കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഒരു ക്വസ്റ്റ്യനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഈ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? എല്ലാം കൂടെ ഡിഫറൻസ് എടുത്ത് നോക്കി. ഡിഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ ആദ്യത്തെ 2 സീരീസ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഡിഫറൻസ് സെയിമുകളാണെന്ന് കിട്ടി. ദാറ്റ് ഈസ് ആദ്യത്തെ ഫസ്റ്റ് 2 നമ്പേഴ്സ് ഇതാക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 61 ആണ്. തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 109. ഈ ഒരു സീരീസാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ? സോ ഇങ്ങനൊരു സീരീസാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ 61ഉം തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ എത്രയാണ്? 109. സോ അങ്ങനെ വരുന്ന സീരീസ് ഏതാണെന്ന് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. സോ നമുക്ക് ഇത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പോകുന്നത് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. കാരണം ഈ പ്രാവശ്യം SSCയുടെ വെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ്? നമുക്ക് കൂടുതലായിട്ട് പ്രീവിയസ് ഇയറിനെ ഡിപ്പെൻഡ് ചെയ്യണം. കാരണം നമ്പർ സീരീസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അവർ ഏതൊക്കെ ടൈപ്പിൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. വെൻഡർ ചേഞ്ച് വന്നിട്ടുണ്ട്, എക്സാം വെൻഡർ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നാലും പ്രീവിയസ് ഇയർ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6, 4, 6. ദെൻ അടുത്ത എന്താണ്? 18, 9, 13 ആൻഡ് 8, 6 ഡാഷ് എന്നാണ് കിടക്കുന്നത്. സോ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഓക്കെ. 6, 4, 6 എന്ന് പറഞ്ഞു വന്നേക്കുന്നു. 18, 9, 13 എന്ന് പറഞ്ഞു വന്നേക്കുന്നു. 8, 6 ഡാഷ് എന്നാണ് കിടക്കുന്നത്. 6, 4, 10. 10ൽ നിന്ന് 4 കുറച്ച് 6. പക്ഷെ അങ്ങനെ നോക്കിയാൽ 18, 9 അങ്ങനെ പോകുന്നുണ്ടോ? അല്ല, 27. 27ന് എത്ര കുറച്ച്? നല്ല രീതിയിൽ കുറയ്ക്കേണ്ടി വരും. സോ ആ രീതിയല്ല. അപ്പോൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നോക്കി 6ൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 4 മൈനസ് ചെയ്തു. ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സീരീസ് എടുക്കുന്നതാണ്. കാരണം ആദ്യത്തെ സീരീസ് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തേത് എടുക്കുക. രണ്ടാമത്തെ ബസ്സിലെടുക്കുക. ഞാൻ എന്ത് ചെയ്തു?
18 ഞാൻ 9 കുറച്ചു. എത്ര വരുന്നേ? 9 അല്ലേ? ഈ 9ഉം 13ഉം തമ്മിൽ എത്ര? +4ൻ്റെ വ്യത്യാസം. 13 അല്ലേ വരുന്നേ? ഞാൻ അതേ രീതിയിൽ ഇനി ഫസ്റ്റിലോട്ട് പോവാം. സെക്കൻഡ് ചെയ്തിട്ട് ഫസ്റ്റിലോട്ട് പോകാം. കാരണം ഫസ്റ്റ് സീരീസ് എങ്ങനെ വേണമെങ്കിലും വരാം. സോ അടുത്ത നോക്കി, 6 4 കുറച്ചു. എത്ര വരുന്നേ? 2. 2ൽ നിന്ന് എന്ത് ചെയ്തു? വീണ്ടും 4 കൂട്ടി. 6. ഈ 4 എന്താണ്? അവിടുത്തെ ഡിജിറ്റ് അല്ല, സെക്കൻഡ് ഡിജിറ്റ് അല്ല, ഒരു റാൻഡം നമ്പറാണ്. സോ നമ്പർ സീരീസിൽ എപ്പോഴും റാൻഡം നമ്പേഴ്സ് കയറി വരാറുണ്ട്. സോ ഇതെന്താണ്? ഒരു റാൻഡം നമ്പറാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഇതെല്ലാവർക്കും സോറി, ഇനി ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പം 8 8 എന്ത് ചെയ്തു? 6 കുറച്ചല്ലേ? അപ്പം എത്ര? 2. 2 + 4 എത്ര? വീണ്ടും 6. കറക്റ്റ് ആൻസർ എത്രയാണ്? 6 ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 6 കറക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം അല്ലേ? സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഓഡ് വൺ ഔട്ട്? അപ്പോൾ ഒന്ന് 9 18 728, 6 12 215, 2 4 7 5 10 1 2 6. ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഒന്ന് ചെയ്ത് നോക്കുക. So നോക്കി, 9 18 728, 6 12 215 and 2 4 7 5 10 126. നോക്കി, 9 18 728. 728 വെച്ച് പിടിക്കുക. 728 9ൻ്റെ എന്തെങ്കിലും ആണോ? നോക്കി, 9ൻ്റെ ക്യൂബ് എത്ര? 729. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നത് എന്ത്? 728. നോക്കി, 9 × 2 ആണ് എത്ര? 18. ദെൻ 9. ഈ ഒരു രീതിയിലല്ലേ ആ സീരീസ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്ക്, 6 × 2 അല്ലേ? 12. 6ൻ്റെ ക്യൂബ് എത്രയാണ്? 216. അതിൽ നിന്ന് എന്ത് ചെയ്തു? 1 കുറച്ചു, 215. സോ സീരീസ് പ്രൂവും ചെയ്തു. ആദ്യമേ ഒരു നമ്പർ, അതിനെ × 2 ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? അതിൻ്റെ ക്യൂബ് -1. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും തെറ്റ്? കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? 5 10 126. കാരണം എന്താ? 5 എന്ന് പറയുന്നത് ഇത് 5 × 2 ആണെങ്കിൽ 10 വന്നു. 5 ക്യൂബ് -1 എന്താണ്? 125. 125 -1 എത്ര വരേണ്ടത്? 124 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ കിടക്കുന്നത് എന്താണ്? 126 ആണ്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 ആണ് ഇവിടെ എന്ത്? ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള ആൻസർ ഏതാണ്? 5 10 126. ഓക്കെ. സോ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് നമ്മൾ 6 പാറ്റേൺസിലാണ് പോയേക്കുന്നത്. 6 ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ് പോയേക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്പർ സീരീസ് അല്ലെങ്കിൽ നമ്പർ പസിൽസ് എല്ലാം കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. കാരണം എത്ര നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചാലും വീണ്ടും വീണ്ടും കോൺസെപ്റ്റ് ഒരു നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ അതിനെന്താ ചെയ്യുക? ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ് പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. ഒരു 10 ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിലൂടെ പല രീതിയിൽ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രോബിലിറ്റി വരും. ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെയൊക്കെ വരും. സോ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. ടൈം എടുത്ത് നമ്പർ സീരീസ് പഠിക്കുക. ബാക്കിയുള്ള എല്ലാം റീസണിങ് ആണെങ്കിൽ നമ്മുടെ SSCക്ക് അത്ര വലിയ ടഫ് ലെവൽ റീസണിങ്സ് ബാക്കിയുള്ളതിൽ അങ്ങനെ ചോദിക്കാറില്ല. എപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന എങ്ങനെയാണ്? ഈ നമ്പർ സീരീസ് നമ്പർ പസിലും ഒക്കെ എടുത്താണ്. സോ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പഠിച്ചെടുക്കുക. സോ ദാറ്റ് നിങ്ങൾ നമ്പേഴ്സുമായിട്ട് കുറച്ചും കൂടെ നല്ലൊരു കൂട്ടിലെത്തുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ. സോ കൂടുതലായിട്ടും സ്ക്വയേഴ്സും ക്യൂബ്സും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെക്കാം. സോ ഒരു 25 വരെ വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പഠിക്കാൻ പറ്റില്ലെങ്കിൽ 20 വരെ ആയാലും മതി. നമ്മൾ SSCക്ക് 20 വരെ ആയാലും മതി. ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കാം. ഓക്കെ. സോ ഇന്നത്തെ സീരീസ് എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇതൊന്ന് ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ചെയ്തു തരാം. 1 3 2 10 42 5 then 2 7 2. ഈ ഒരു രീതിയിലാണ് നിങ്ങളൊരു ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. സോ ഈ ഒരു സീരീസ് അവസാനിക്കുകയാണ്. ഈ ഒരു 7 ക്വസ്റ്റ്യനും 7 ഡിഫറെൻറ്റ് ലെവൽസ് ആണ്. 2 സീരീസ് പോയി ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. സോ കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഓക്കെ. സോ ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.